ഹായ് ഗായ്സ്, ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ ഉറപ്പിച്ചു കഴിഞ്ഞോ? എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്കിലേക്കും നിങ്ങളുടെ MBBS എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്കും എത്തിപ്പെടാൻ പറ്റും. റിപ്പീറ്റ് ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ചോദ്യം ഉണ്ടല്ലോ, അതിന് ഉത്തരം കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് എൻട്രൻസ് കോച്ചിങ്ങിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. എൻട്രൻസ് കോച്ചിങ്ങിന് എൻ്റെ ഒരു സാറ് പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട്, എന്നെ പണ്ട് പഠിപ്പിച്ച്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻട്രൻസ് കിട്ടുക എന്നുള്ളത് ഇതുപോലത്തെ ഒരു മതിൽ ചാടി കടക്കുന്ന പരിപാടിയാണെങ്കിൽ കുട്ടികൾ റിപ്പീറ്റേഴ്സ് കഷ്ടപ്പെട്ട് ഈ ഒരു ലെവൽ വരെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവരെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കൈ പിടിച്ച് പൊന്തിച്ച് അപ്പുറത്തേക്ക് വലിച്ചിടുക, ഈ മതിൽ ചാടി കിടക്കാൻ ജസ്റ്റ് ഒന്ന് വലിച്ചിടുക എന്ന പ്രോസസ്സാണ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളെല്ലാം ചെയ്യുന്നത് എന്നാണ് അന്ന് സാറ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുക എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ കുട്ടിയും ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടല്ലേ ഒരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമ്പോഴും അതിലെ ചിലർക്ക് കിട്ടുന്നു, ചിലർക്ക് കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ 98-ൻ്റെയും 99-ൻ്റെയും ഒക്കെ പേഴ്സൻറ്റേജിൻ്റെ മുകളിൽ മാത്രം മാർക്കുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും എടുത്താൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അവർ പഠിപ്പിക്കുന്ന 5% കുട്ടികൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മെജോറിറ്റി ആളുകൾക്കും കിട്ടാത്തത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ലെവലിൻ്റെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇവിടേക്ക് എത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ്. ആ എത്തിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ മതിൽ ചാടി കടക്കാൻ പറ്റുക എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ കൃത്യമായ പഠനത്തിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നീറ്റിന് പഠിക്കാനുള്ള ഓരോ സബ്ജക്റ്റുകളും വ്യത്യസ്തമാണ്. ആ സബ്ജക്റ്റുകളിലെ ചാപ്റ്ററുകൾ വ്യത്യസ്തമാണ്. ഈ ചാപ്റ്ററുകളിലെല്ലാം നിങ്ങൾക്ക് കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോന്നും ഓരോ സബ്ജക്റ്റിനെയും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകളിൽ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ വരുന്ന ഘടകം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജികളിലൂടെ പഠിച്ചു തീർക്കുകയും കൃത്യമായ റിവിഷൻ പ്ലാൻ അവലംബിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും സക്സസ്സിലേക്ക് നിങ്ങളെത്തും. നോക്കൂ, ഞാനിതൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന മിക്കവാറും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും പ്രശ്നത്തിലാക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും ആയിരിക്കും. അതായത് പ്രോബ്ലം ബേസ്ഡ് കെമിസ്ട്രി. ഇവിടെ തിയറി എല്ലാം കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. അതിനുശേഷം പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം സോൾവിങ്ങിലാണ് മിക്കവാറും പേര് പരാജയപ്പെടാറ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിങ്ങിൽ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ വലിയ രീതിയിൽ പറ്റാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിങ് സെൻറ്ററിലെ നമ്മുടെ റാങ്ക് താഴോട്ട് പോകും. ആദ്യമേ നമ്മുടെ റാങ്ക് ഇങ്ങനെ താഴോട്ട് പോയി തുടങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു സിഗ്നൽ കിട്ടുകയും നമ്മൾ പതിയെ നമ്മുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. ലോകത്ത് എന്തിനും ഹോപ്പ് ഉണ്ടായാലേ നമ്മൾ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആ ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ തന്നെ നമ്മുടെ പഠിക്കാനുള്ള സകല എനർജിയും നമ്മൾ പോലും അറിയാതെ ചോർന്നു പോകും. അങ്ങനെയാണ് ഈ ഒരു എൻട്രൻസ് കിട്ടാതിരിക്കുന്ന വലിയൊരു ശതമാനത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത്. ഇവിടെയാണ് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജികളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നോക്കൂ, എന്തുകൊണ്ടാണ് നന്നായി തിയറി പഠിച്ചു കഴിഞ്ഞിട്ടും ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഒന്നും ചില പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്നറിയോ? കാരണം നമ്മുടെ കോൺസെപ്റ്റുകളിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൽ ചില ഗ്യാപ്പുകൾ ഉള്ളത് കൊണ്ടാണ്. ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിലധികം കോൺസെപ്റ്റുകളെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഹൈ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസോ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ ഓരോന്നും കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ലെവലിലുമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കേസ് നമ്മൾ എടുത്താൽ ഒരു കോൺസെപ്റ്റിന് പല ലെവലുണ്ടാവും. ABCD ഇങ്ങനെ 4 ലെവലുണ്ട്. അതിൽ നിങ്ങൾ ക്ലാസ്സിൽ അധ്യാപകൻ്റെ ക്ലാസ് കേട്ട സമയത്ത് നിങ്ങൾക്കൊരു ലെവൽ A അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലെവൽ Bയിലേക്കും ലെവൽ Cയിലേക്കും എത്തണം. ഇനി നിങ്ങൾക്ക് ലെവൽ B അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ലെവൽ Cയിലേക്കും Dയിലേക്കും എത്തണം. എങ്ങനെയാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റിൻ്റെയും ഈ ഡിഫറെൻറ്റ് ലെവലുകൾ മുഴുവൻ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ പ്രോബ്ലംസ് ചെയ്ത് തന്നെയാണ് നമ്മൾ കോൺസെപ്റ്റുകൾ പഠിക്കേണ്ടത്. ബേസിക് ക്ലാസ് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു അടിത്തറ മാത്രമേ ആവുന്നുള്ളൂ. അവിടെ നിന്ന് അത് ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടാണ്. ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ടോപ്പിക്കിൻ്റെയും സബ് ടോപ്പിക്കുകളാക്കിക്കൊണ്ട് ആ സബ് ടോപ്പിക്കിനെ വീണ്ടും ടോപ്പിക്സ് ആക്കിക്കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് അതിനെ ഏറ്റവും ലോ ലെവലിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ലോ ലെവലിൽ അതിന് ഓരോ ലെവലിലുമുള്ള കൃത്യം ലെവലിൽ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇവിടെയാണ് മറ്റ് കോച്ചിങ് സെൻറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഡ്യൂപോർട്ടിൻ്റെ അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്.
അതായത് ഇവിടെ നിങ്ങൾക്ക് അധ്യാപകരുടെ കൃത്യമായ ഓഫ്ലൈൻ ക്ലാസ് 5 മണിക്കൂറിനടുത്ത് കിട്ടും. ആ ക്ലാസ് നമുക്കൊരു സാധാരണ കൺവെൻഷണൽ സെന്ററുകളിൽ 7-8 മണിക്കൂർ എടുക്കുന്ന ക്ലാസ്സാണ് നമുക്ക് നമ്മുടെ ഇന്ററാക്റ്റീവ് പാനൽ ബോർഡ്സിൻ്റെയും അതുപോലെ നമ്മുടെ സ്പെഷ്യൽ മെറ്റീരിയൽസിൻ്റെയും സഹായത്തോടെ ചുരുക്കിയിട്ട് 5 മണിക്കൂറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അങ്ങനെ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ പിന്നീട് നമ്മുടെ സ്റ്റഡി ഏരിയയിൽ ഇരുന്നുകൊണ്ട് പഠിക്കുന്നത് നമ്മുടെ അഡാപ്റ്റീവ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ ടാബിനകത്ത് ലഭ്യമാകുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് ലെവൽ എ, ലെവൽ ബി, ലെവൽ സി ഈ ഓരോ ലെവലിലുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുക. അതിൽ ലെവൽ എ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പോലും അറിയാതെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് തരുന്നത് ലെവൽ ബിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ലെവൽ ബിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇമാജിൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെറ്റിച്ച ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ കിട്ടുകയും ആ സൊല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ലെവൽ ബിയിൽ നിന്ന് തന്നെ വീണ്ടും പുതിയ ചോദ്യം തരികയാണ് ചെയ്യുക. നിങ്ങളിത് അറിയുന്നില്ല, ആപ്പ് അഗെയിൻ തരുന്നത് ലെവൽ ബിയിലെ ചോദ്യമാണ്. ലെവൽ ബിയിലെ ചോദ്യവും നിങ്ങൾ ക്ലിയർ ആക്കി ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആയി പഠിച്ചിട്ടുണ്ട് എന്ന അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, അതായത് ലെവൽ ബിയിലെ ക്വസ്റ്റ്യൻസും നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾ ലെവൽ സിയിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ടോപ്പിക്കും ഡൈസെക്റ്റ് ചെയ്ത് പഠിപ്പിച്ച് കംപ്ലീറ്റ് ക്ലിയർ ആക്കി തരുന്ന ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ എനിക്കറിയാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അപ്പോൾ ഞങ്ങൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരില്ലേ എന്നല്ലേ. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും പഠിക്കുക. ഇപ്പോൾ ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്കറിയാം, ഞാൻ ഓരോ ചാപ്റ്ററിൽ നിന്നും 300-400 ക്വസ്റ്റ്യനൊക്കെ ചെയ്ത ചാപ്റ്റേഴ്സ് ഉണ്ട്. ചില ചാപ്റ്ററുകളിൽ നിന്ന് 50-100 ക്വസ്റ്റ്യനൊക്കെ ചെയ്ത ചാപ്റ്ററും ഉണ്ട്. ഇപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിസിക്സിലൊക്കെ ചാപ്റ്റർ ഉണ്ട്, അതിനൊരു 150 ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മിക്കവാറും ചാപ്റ്ററുകളിൽ നിന്ന് വലിയ ചാപ്റ്ററിൽ 300+ ക്വസ്റ്റ്യൻസ്, അതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് വരും. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാറ്റേണിലാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലെവൽ എ അണ്ടർസ്റ്റാൻഡിങ് മാത്രമുള്ള ഒരാൾ ലെവൽ ഡി ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ലെവൽ ബിയും ലെവൽ സിയും കംപ്ലീറ്റ് ആവാതെ ലെവൽ ഡിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് കൺവെൻഷണൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിൽ നല്ലൊരു ശതമാനം കുട്ടികളും ഈ മതിലിൻ്റെ ഈ പോയിന്റിലേക്ക് എത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യുന്നത്. മേ ബി ദേ ആർ ഡൂയിങ് 300-400-500 ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഹാർഡ് വർക്ക് മാത്രം ചെയ്തതുകൊണ്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല നീറ്റ്. യു ഷുഡ് ഡു സ്മാർട്ട് വർക്ക്. ആ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുക എന്നുള്ളത്. അതിന് നിങ്ങളെ സഹായിക്കണമെങ്കിൽ കൃത്യമായ ഓർഡറിൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഈ ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ഇതിനപ്പുറത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ഉണ്ടാവുക എന്നുള്ളതുമാണ്. എസ്പെഷ്യലി ഈ ബയോളജിയിലൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ആയാലും ഇനോർഗാനിക് കെമിസ്ട്രി ആയാലും അവിടെ വർക്ക് ചെയ്യുന്നത് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഈ റിവിഷൻ നമ്മൾ എല്ലാ ചാപ്റ്ററുകളും നമ്പർ ഓഫ് ടൈംസ് റിവൈസ് ചെയ്തിരിക്കണം, മസ്റ്റായിട്ട് കൃത്യമായ ഇടവേളകളിൽ റിവൈസ് ചെയ്തിരിക്കണം. ഈ റിവിഷന് പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് സക്സസ് ആവാത്ത വലിയൊരു ശതമാനം കുട്ടികളുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത്, ആപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു റിപ്പീറ്റിംഗ് സിസ്റ്റം, ഹൈബ്രിഡ് കംപ്ലീറ്റ് അഡാപ്റ്റീവ് റിപ്പീറ്റിംഗ് സിസ്റ്റത്തിലെ വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററുകൾ വായിച്ചിട്ടുണ്ട്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്സ് കൂടുതൽ, ഏതൊക്കെ ഏരിയയിലാണ് കുറവ്, ഇതെല്ലാം നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസും നിങ്ങൾ അവിടെ വായിച്ച കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ മാർക്കും ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായ ഓരോ കുട്ടിക്കുമുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അനാലിസിസ് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ഈ സിസ്റ്റം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഏറ്റവും കുറവ് വായിച്ച ചാപ്റ്ററുകൾ, നിങ്ങൾക്ക് ഏറ്റവും കുറവ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ചാപ്റ്ററുകൾ, അതിൻ്റെ ഒരു കൃത്യമായ ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് റിവിഷൻ കിട്ടുക. നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്സ് കുറവേതാണ്, നിങ്ങളുടെ പ്രശ്നം എവിടെയാണെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ റിവിഷൻ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ആ റിവിഷനും നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, പ്രോബ്ലം സോൾവിങ്ങിലെ ഈ കോൺസെപ്റ്റുകളുടെ ലെവൽ കീപ്പ് ചെയ്യുക.
ആ ലെവല് റെഡിയാക്കി എടുക്കുക, 2 കൃത്യമായ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ 2 കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അത് ഇവിടെ എജുപോർട്ടിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് എൻട്രൻസിൽ റാങ്ക് കിട്ടാൻ എജുപോർട്ടിൽ തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. എവിടെ പഠിച്ചാലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ ഏറ്റവും ഏതൊരു ഭാഗം എടുത്താലും അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ, പിന്നെ കുറച്ചുകൂടെ ടൈറ്റ്, പിന്നെ കുറച്ചുകൂടെ ടൈറ്റ്, അങ്ങനെ ലെവൽ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. ഇത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ് ഓരോ കോച്ചിങ് സെൻ്ററുകളിലും റിസൾട്ടിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ നല്ല റാങ്കിലേക്ക് എത്തിപ്പെടുന്ന, അടുത്ത വർഷം നല്ലൊരു മെഡിക്കൽ കോളേജിൽ കയറി എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന കുട്ടികളിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.